സ്വർണ്ണവില 81,640 മാറിയിട്ടുണ്ട്. ഇന്ന് 120 രൂപ കൂടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പ്രൈവറ്റാക്കി വെച്ചതാണ്. അത് 400 കുറഞ്ഞാക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ സമയത്ത് എന്തായി, അതിൽ മാറ്റം വന്നു. ഇന്നും ഭയങ്കരമായ രീതിയിലുള്ള വ്യതിയാനങ്ങൾക്ക് ഗോൾഡ് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുകയാണ് ഗോൾഡ്. പക്ഷേ ഇപ്പോഴും ഈ 81,640 എന്ന് പറയുന്ന സംഖ്യ അല്ലെങ്കിൽ വേണ്ട, ഒരു 80 രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയുണ്ട്. പക്ഷെ അതിങ്ങനെ മാറിയാണ്, മുകളിലേക്ക് പോകുന്നുണ്ട്, താഴേക്ക് പോകുന്നുണ്ട്. ഗോൾഡ് ശാന്തമായിട്ടില്ല. കാരണം താരിഫൊക്കെ നവംബറിലാണ് പറഞ്ഞിട്ടുള്ളൂ. അതിൽ തീരുമാനം അങ്ങോട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല. അത് ഡീലായിട്ടില്ല. അതേപോലെ ഏത് കാര്യങ്ങളും മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പോയും നിലനിൽക്കുന്നുണ്ട്. എക്കണോമി ആയാലും പിന്നെ ഇന്ന് അദാനിൻ്റെ സ്റ്റോക്കുകൾ, അദാനി എൻ്റർപ്രൈസ്, അദാനി ഗ്രീൻ എനർജി, അദാനി പോർട്സ്, പിന്നെന്താണ് അദാനി ഗ്യാസ്. അദാനി ഗ്യാസൊക്കെ 10% അവർ അദാനി ഓഹരികളൊക്കെ ഹിൻഡൻബർഗോ അതിൻ്റെ ആരോപണങ്ങളൊക്കെ സെബി തള്ളിക്കളഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അതിലൊക്കെ വലിയ ഉയർച്ചകളൊക്കെ ഇന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ സെൻസെക്സും അതേപോലെ തന്നെ നിഫ്റ്റിയും ഇതിൽ നോക്കുന്ന സമയങ്ങളിലൊക്കെ ലാസ്റ്റ് എങ്ങനെ ക്ലോസ് ചെയ്ത് എനിക്കറിയില്ല, നല്ല നെഗറ്റീവിലായിരുന്നു ഇന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്.